ക്രിപ്റ്റോയിലും അതുപോലെ തന്നെ ബിറ്റ് കോയിനിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാണോ? അപ്പൊ അതിൽ എങ്ങനെയാണ് ടാക്സേഷൻ വരുന്നത്? അതായത് നമ്മളിപ്പോൾ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ക്രിപ്റ്റോയിൽ അല്ലെങ്കിൽ ബിറ്റ് കോയിനിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് ടാക്സ് കിട്ടുക, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്? അതായത് അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് ടാക്സ് വെർച്വൽ കോയിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ടാക്സ് വരുന്നത് 30% ആണ് നമ്മുടെ പ്രോഫിറ്റിന് നമ്മൾ അടയ്ക്കുന്ന ടാക്സ്. അപ്പോൾ അതില് പക്ഷെ നമുക്ക് ഷെയർ ട്രേഡിംഗിൽ ചെയ്യുന്ന പോലെ സെറ്റ് ഓഫോ അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു കോയിനുമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയോ ഒരെണ്ണത്തിന് ലോസ് ആണ്, അപ്പൊ അത് രണ്ടും സെറ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക, അതൊന്നും ബിറ്റ് കോയിനോ ക്രിപ്റ്റോയിലോ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ വേറെ വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കിട്ടുന്ന ഒരു 5 ലാഖ് നമുക്ക് കിട്ടിയാൽ അതിന്റെ 1% നമ്മൾ TDS ആയിട്ട് അടയ്ക്കണം. അതായത് ഒരു 5 ലാഖിന്റെ ഒരു 5,000 നമ്മൾ TDS ആയിട്ട് അടച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പൊ ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ നമ്മൾ എന്തായാലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യും വേണം. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്രിപ്റ്റോ ചെയ്യുന്നവർ എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും അതിൽ TDS വരുന്നതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഒപ്പം തന്നെ 30% ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ക്രിപ്റ്റോയിൽ പ്രോഫിറ്റ് ചെയ്യുന്നവർ ഇതും മറക്കാതിരിക്കുക. അതുപോലെ